സ്ത്രീയെ ബഹുമാനിക്കുന്നിടത്താണ് ഒരു യഥാർത്ഥ പുരുഷൻ ജനിക്കുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. സോ അതിനൊരു മാതൃകയാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സരിഗമപ്പയുടെ ഈ ഫ്ലോറിലുള്ള എല്ലാ പുരുഷ കേസരികളെയും ഞാൻ ഒരുപാട് സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫ്രം ഗ്രാൻഡ് ജൂറി, ഫ്രം ജഡ്ജസ് സൈഡ് ആൻഡ് ഫ്രം കണ്ടസ്റ്റന്റ് സൈഡ്, പ്ലീസ്. നമ്മളെല്ലാവരും ചേർന്ന് നമ്മളുടെ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാർക്കും എല്ലാ സഹോദരിമാർക്കും നമ്മൾ ഒരുമിച്ച് ഒരു ഹാപ്പി വിമൻസ് ഡേ പറയാൻ പോവാണ്. അതും ഒരു അടിപൊളി സല്യൂട്ട് കൊടുക്കും. ഓക്കെ, റെഡി? 1 2 3 ഹാപ്പി വിമൻസ് ഡേ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട, നമുക്ക് വളരെ പ്രിയങ്കരിയായ ഒരാളെ നമ്മൾ ആദരിക്കാൻ പോവുകയാണ്. അപ്പോൾ അതാരാണെന്നുള്ളത് നമുക്ക് ആ വീഡിയോ പ്രൊഫൈൽ ഒന്ന് കാണാം. അല്ലേ ഷാനിക്ക, ഗോപിച്ചേട്ടാ? സുജാത മോഹൻ സ്വരവിസ്മയം കൊണ്ട് സംഗീത പ്രേമികളുടെ ഹൃദയത്തിൽ സ്വരരാഗ ഗംഗ ഒഴുക്കിയ അമ്മ മലയാളത്തിന്റെ ഭാവഗായിക സുജാത മോഹൻ 4.5 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന സംഗീതയാത്രയിൽ പാട്ടിന്റെ പത്തരമാറ്റുമായി സുജാത മോഹൻ പാടിത്തീർത്തത് 7000-ലധികം ഗാനങ്ങളാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ പാട്ടിന്റെ പാലാഴി തീർത്ത സുജാത മോഹൻ നിത്യഹരിത സ്വരമാധുരി കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം ചോദിക്കാതെ ഇടം നേടി. വ്യത്യസ്തമായ ആലാപന ശൈലി കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങളിൽ സംഗീത തേന്മഴ പെയ്യിച്ച സുജാത മോഹനെ തേടിയെത്തിയത് പുരസ്കാരങ്ങളുടെ പെരുമഴക്കാലമായിരുന്നു. ചേച്ചി, ഇനി ചേച്ചിയുടെ അവസരമാണ്. ധൈര്യമായിട്ട് ഇച്ചിരി അഹങ്കാരത്തോടുകൂടി വെല്ലുവിളിച്ചോ. മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ടേ. ഇന്ത്യയിലെ നമ്പർ 1 സംഗീത റിയാലിറ്റി ഷോ സരിഗമപ്പയിലെ സുജൂസ് ബെത്ലഹേം ഗ്രൂപ്പിന്റെ ആശയും ആവേശവുമായ വിധികർത്താവ് സുജാത മോഹന് സി കേരളത്തിന്റെയും സരിഗമപ്പയുടെയും ഹൃദയം നിറഞ്ഞ സ്നേഹാദരം. എന്നാ പിന്നെ നമുക്ക് വലിയൊരു കൈഡി കൊടുക്കാം. നമ്മളെ സ്വന്തം സുജാത ചേച്ചി. ചേച്ചി ഇങ്ങോട്ട് വന്നു. ചേച്ചിയെ നമ്മളിങ്ങനെ ആദരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരാളൂടെ വേണം. നമ്മുടെ ഷോയുടെ ഡയറക്ടറും നമ്മുടെ സിയുടെ നോൺ ഫിക്ഷൻ പ്രോഗ്രാമായിട്ട് പോയ സർഗോ ചേട്ടൻ. സർഗോ ചേട്ടാ, പ്ലീസ്. ഇത് നമ്മുടെ ചേച്ചിയോടുള്ള നമ്മളുടെ ഒരു സ്നേഹമാണ്. ഇപ്പോൾ സർഗോ ചേട്ടാ, ഷാനിക്കാൻ, ഗോപിച്ചേട്ടാ, ഈ പൊന്നാട ചേച്ചിയാണ് ഈ ചേട്ടൻ. ഇത് കൂടാതെ സരിഗമപ്പയുടെ ഒരു ടോക്കൺ ഓഫ് ലവ്. സർഗോ ചേട്ടാ, പ്ലീസ്.
വളരെ സന്തോഷം, വാക്കുകളില്ല. എൻ്റെ കുടുംബത്തിലെ ആൾക്കാർ തന്നെ തരുന്ന ഈ സ്നേഹത്തിന്. ഇത് ഈ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാർക്കും, എല്ലാ അനിയത്തിമാർക്കും, എല്ലാ ചേച്ചിമാർക്കും, എല്ലാ ഭാര്യമാർക്കും അവകാശപ്പെട്ടതാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്യാണ് ഈ അച്ചീവ്മെൻറ്റ്. കഴിഞ്ഞ ദിവസം നമ്മുടെ എന്തോ ഒരു മൊമെൻ്റ് നടന്നപ്പോൾ ചേച്ചി പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് ഒരു സ്ത്രീ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കുന്നൊരു സന്ദർഭമാണെന്ന് ചേച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഓർമ്മയുണ്ട് ചേച്ചിക്ക്? നമ്മൾ എത്രയോ ബഹുമാനിക്കുന്ന, ഞാൻ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള രാജാ സാറും റഹ്മാൻ, AR റഹ്മാനും ഒക്കെ എൻ്റെ മോളെ കൊണ്ട് പാട്ടുകൾ അവരുടെ കൂടെ സ്റ്റേജിൽ നിന്ന് പാടുക, അവരുടെ പാട്ടുകൾ പാടുക എന്നൊക്കെ പറഞ്ഞത് എനിക്ക് വിചാരിക്കാതെ കിട്ടിയൊരു ഭാഗ്യമാണ്. കാരണം ശ്വേത പാടും തന്നെ ഞാൻ വിചാരിച്ചിരുന്നില്ല. എനിക്ക് ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് അവളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റിയിട്ടില്ല. അവളുടെ പേരൻറ് ടീച്ചർ അസോസിയേഷനും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല, സ്പോർട്സ് ഡേക്ക് പോകാൻ പറ്റിയിട്ടില്ല, ഒന്നിനും പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആ ഒരു മോള് എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അവൾ ഒന്നിനും എന്നെ നിർബന്ധിച്ചിട്ടില്ല, ഒരു കാര്യത്തിനും എന്നെ നിർബന്ധിച്ചിട്ടില്ല വരണം എന്നൊന്നും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ദിസ് ഈസ് ദ ടൈം ടു ഗിവ് ഹർ ബാക്ക്. അവളുടെ മോളെ ഞാൻ നോക്കിക്കൊടുക്കണം. കാരണം ഇവിടെയാണ് എനിക്ക് എൻ്റെ സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ പറ്റിയ സമയം തോന്നുന്നു. എൻ്റെ പാട്ടിനെക്കാട്ടും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു അമ്മൂമ്മയായിട്ട് അവൾക്ക് അവളുടെ കുഞ്ഞിനെ നോക്കിക്കൊടുക്കാം. ശ്വേത പാടി നടക്കട്ടെ, ഞാൻ നിശ്ചയിക്കാം. ചേച്ചി ഇങ്ങനെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ തന്നെ വേണ്ടേ നമുക്ക് ആളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ? ഒരു ചെറിയ സർപ്രൈസ് ഒന്ന് ഞെട്ടിച്ചാലോ? ചെറുതായിട്ടല്ലേ? ഇന്നത്തെ ദിവസം ഒരു പറ്റിയ ദിവസം. അതേ അങ്ങോട്ട് നോക്കി ചേച്ചി. അത് ഭയങ്കരമായി പോയിട്ട് എന്നാലും കള്ള ഇങ്ങനത്തെ ഒരു കള്ളിപ്പെണ്ണാന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞില്ല. ഹാപ്പി ആയോ? എങ്ങനെ പറയാതിരുന്നു ഇത്ര നാള്? അയ്യോ, ഒപ്പിച്ചു. നിങ്ങളെങ്ങനെ ഒപ്പിച്ചു? ഇതിലും വലിയ സർപ്രൈസുകൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, പിന്നാണോ ഇത്? അപ്പോ ഒരു നല്ല കൈഡി കൊടുക്കാം. നമ്മുടെ സരിഗമപ കുടുംബത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ശ്വേത മോഹൻ. ഹാപ്പി വിമൻസ് ഡേ. തരിച്ചിരിക്കുക. പറയൂ, സന്തോഷം പറയൂ. ഫസ്റ്റ് ഓഫ് ഓൾ വിമൻസ് ഡേക്ക് ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് ഇത് ഞാൻ ഒരുപാട് കാലമായിട്ട്, ഒരുപാട് മാസങ്ങളായിട്ട് എനിക്ക് ആഗ്രഹിച്ച ഒരു സംഭവമാണ്. നിങ്ങളുടെ ഈ സെറ്റിൽ വന്ന് നിങ്ങളുടെ എല്ലാവരെയും ലൈവായിട്ട് കാണണമെന്ന്. ടി വിയിൽ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഷോ ആണ്. എന്ത് രസമായിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. You are fantastic. The singers are like fantastic. So എല്ലാം കൊണ്ടും the band, everyone, and ഒരുപാട് മാസങ്ങളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇന്ന് വിമൻസ് ഡേ ആയിട്ട് എൻ്റെ അമ്മേനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന അമ്മയുടെ 45th ഇയർ ഓഫ് സിംഗിങ് ഈ വർഷം സെലിബ്രേറ്റ്. താങ്ക് യു. കഴിഞ്ഞ മാർച്ചിലാണ് നമ്മൾ മാർച്ച് ഏപ്രിൽ സമയത്താണ് സരിഗമപ ടെലികാസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പം മുതൽ നമ്മൾ പറയുന്നുണ്ട് അല്ലേ ചേച്ചി, എന്തെങ്കിലും ശ്വേത ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്നാലും വളരെ എളുപ്പം തന്നെ നടന്നു. ഒരു വർഷം ആകാറായി. വളരെ എളുപ്പം തന്നെ നടന്നു. പക്ഷെ വന്നപ്പോൾ കറക്റ്റായിട്ട് എല്ലാത്തിനും അതിൻ്റെ സമയത്ത് ദാസ എന്ന് പറഞ്ഞ പോലെ കറക്റ്റ് ദിവസമാണ് വന്നത്. വൺസ് അഗെയിൻ വെൽക്കം ടു സരിഗമപ ഫാമിലി. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി നമ്മൾ പൊളിക്കില്ലേ? ഞാനാ ചോദിച്ചേ ഇവിടെ എന്നൊക്കെ അവിടെ നോക്കി. പുരുഷ കേസരികൾക്ക് എല്ലാവർക്കും താങ്ക് യു. ചേച്ചി താങ്ക് യു. ശ്വേത ഇരുന്നാട്ടെ പ്ലീസ്.